ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മൾ എഫ് ഡി ഇട്ടിരിക്കുന്ന ബാങ്കിന് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ എഫ് ഡിക്ക് എന്ത് സംഭവിക്കും, നമ്മുടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് അത് സേഫ് ആണോ, ഒരു അന്വേഷണമാണ്. വാട്ട് ഹാപ്പൻസ് ടു യുവർ എഫ് ഡി ഇഫ് ദ ബാങ്ക് കൊളാപ്സസ്? ഓക്കെ, ഇവിടെ 5 ലക്ഷം രൂപ വരെയുള്ള എമൗണ്ടിന് ഓട്ടോമാറ്റിക്കായിട്ടൊരു കവറേജ് ഉണ്ട്. അതിൽ കൂടുതൽ കവറേജ് സാധ്യമല്ല. സോ നമ്മളുടെ ഡിപ്പോസിറ്റ് എത്രയായിരുന്നാലും ഒരു പക്ഷേ 50 ലക്ഷം നമ്മൾ ഇട്ടിട്ടുണ്ടായിരിക്കാം ഫിക്സഡ് ഡിപ്പോസിറ്റ്. പക്ഷേ നമുക്ക് ബാങ്ക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളത് 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ഉള്ള ഒരു എമൗണ്ടാണ്. അത് പ്രിൻസിപ്പൽ മുതലും പലിശയും കൂടെ ചേർത്താണ് 5 ലക്ഷം രൂപ വരെ നമുക്ക് കിട്ടുക. ബാക്കി തുക അത് ബാങ്കിൻ്റെ ലിക്വിഡേഷന് ശേഷം അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തി മാത്രമേ നമുക്ക് കിട്ടാനുള്ള ചെറിയൊരു സാധ്യതയെങ്കിലും ഉള്ളൂ. അത് ഉറപ്പില്ലാത്ത കാര്യമാണ്. ഉറപ്പുള്ള എമൗണ്ട് 5 ലക്ഷം മാത്രമാണ്. അത് ഒരു ഡിപ്പോസിറ്ററിന് ഒരു ബാങ്കിന് 5 ലക്ഷം എന്ന രീതിയിലാണ് അതിൻ്റെ കണക്ക്. ഇത് DICGC എന്ന സ്ഥാപനം, അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓണർഷിപ്പിലുള്ള ഇൻഷുറൻസ് സ്ഥാപനമാണ്. ആ സ്ഥാപനമാണ് ഈ ഇൻഷുറൻസ് സ്കീം നടപ്പിലാക്കി അത് നമുക്ക് ചെയ്തു തരുന്നത്. എല്ലാ തരത്തിലുള്ള ബാങ്കുകളും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ വിശദമായിട്ടുള്ള ലിസ്റ്റ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സൈറ്റിലുണ്ട്. അപ്പോൾ നമുക്ക് DICGCയുടെ സൈറ്റിൻ്റെ ലിങ്കാണ് ഈ കാണുന്നത്. ഇവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് അതിനെപ്പറ്റിയുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഏതൊക്കെ ബാങ്കുകളുണ്ട്, എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ അറിയാൻ പറ്റും. ഏതൊക്കെ ബാങ്കുകളുണ്ട് എന്നുള്ളത് ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്. ഓൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഇൻക്ലൂഡിംഗ് ബ്രാഞ്ചസ് ഓഫ് ഫോറിൻ ബാങ്ക്സ്, ലോക്കൽ ഏരിയ ബാങ്ക്സ് ആൻഡ് റീജിയണൽ റൂറൽ ബാങ്ക്സുകളൊക്കെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാന തലത്തിൽ, കേന്ദ്ര തലത്തിൽ ഒക്കെയുള്ള സഹകരണ ബാങ്കുകളൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് പക്ഷേ ഉൾപ്പെട്ടിട്ടില്ല. ഈ DICGC എന്ന പ്രസ്ഥാനം അവരെന്താണ് ഇൻഷുർ ചെയ്യുന്നത്? സേവിങ്സ് അക്കൗണ്ട്, ഫിക്സഡ് ഡിപ്പോസിറ്റ്, കറണ്ട് അക്കൗണ്ട്, റിക്കറിംഗ് ഡിപ്പോസിറ്റ്, ഈ 4 രീതിയിലുള്ള ഡിപ്പോസിറ്റ് അക്കൗണ്ടുകളാണ് ഇൻഷുർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അവിടെയൊക്കെയാണ് നമുക്ക് ഈ 5 ലക്ഷം രൂപ വരെയുള്ള കവറേജ് ലഭ്യമായിട്ടുള്ളത്. ഇതിനകത്ത് ഉൾപ്പെടാത്ത ഐറ്റംസ് ഫോറിൻ എൻറ്റിറ്റീസ് അല്ലെങ്കിൽ ഗവൺമെൻറ് എൻറ്റിറ്റീസ്, അവിടെ നിന്നുള്ള ഡിപ്പോസിറ്റുകൾക്ക് ഈ ഇൻഷുറൻസ് പരിരക്ഷയില്ല. ബാങ്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ഡിപ്പോസിറ്റുകൾക്കില്ല. ചില കോഓപ്പറേറ്റീവ് ബാങ്ക് ഡിപ്പോസിറ്റുകൾ, ഇതൊക്കെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല. എമൗണ്ട് എക്സംപ്റ്റഡ് ബൈ RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒഴിവാക്കിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല. ഹൗ ടു ചെക്ക് ഇഫ് യു ബാങ്ക് ഈസ് ഇൻഷുർഡ്? നമ്മുടെ FD ഉള്ള ബാങ്ക് ഈ ലിസ്റ്റിലുണ്ടോ എന്നുള്ളത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? ബാങ്ക്സ് ഡിസ്പ്ലേ DICGC ലീഫ്ലെറ്റ്സ് വിത്ത് ഇൻഷുറൻസ് ഡീറ്റെയിൽസ്. നമ്മളുടെ FD ഉള്ള ബാങ്കിൽ നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ അവർ പറയും ആ ബാങ്ക് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. കാരണം അവിടെ ആ ഇൻഫർമേഷൻ ഉണ്ട്. അതല്ലെങ്കിൽ ബ്രാഞ്ച് മാനേജറോട് അന്വേഷിച്ചാൽ അവരും പറഞ്ഞു തരും. അതുമല്ലെങ്കിൽ നമുക്ക് DICGCയുടെ വെബ്സൈറ്റിൽ അന്വേഷിച്ചാൽ അവിടെ നിന്നും കിട്ടും. ഇൻഷുറൻസ് ഓൺ ഡിപ്പോസിറ്റ്സ് ഇൻ ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഓഫ് ദ സെയിം ബാങ്ക്. ഒരേ ബാങ്കിൻ്റെ തന്നെ വ്യത്യസ്ത ബ്രാഞ്ചുകളിലാണ്. നമുക്കിപ്പം എറണാകുളം ബ്രാഞ്ചിലും കോട്ടയം ബ്രാഞ്ചിലും ഒരേ ബാങ്കിൻ്റെ തന്നെ വ്യത്യസ്ത ബ്രാഞ്ചുകളിലാണ് അക്കൗണ്ട്, അവിടെയാണ് ഡിപ്പോസിറ്റ് എങ്കിൽ നമുക്ക് രണ്ടും കൂടെ ചേർത്ത് 5 ലക്ഷം വരെ കിട്ടുകയുള്ളൂ. അല്ലാതെ 15 ലക്ഷം എറണാകുളത്തും 25 ലക്ഷം കോട്ടയത്തും ഉണ്ടെങ്കിൽ പോലും 25ഉം 15ഉം കൂട്ടി 40 ലക്ഷത്തിൻ്റെ ഇത് നോക്കിയിട്ട് 2 ബ്രാഞ്ചിലേക്ക് 5 + 5 വെച്ച് നമുക്ക് കിട്ടില്ല. രണ്ടും കൂടെ ഒരുമിച്ച് കൂട്ടിയിട്ട് അതിൻ്റെ ഇൻഷുർഡ് ആയിട്ടുള്ള 5 ലക്ഷം മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ, ഇൻട്രസ്റ്റ് പ്ലസ് ക്യാപിറ്റൽ. ഈ 5 ലക്ഷം എന്ന് പറയുന്നത് മുതലും പലിശയും കൂടെ ചേർത്താണ്. ഒരേ ബാങ്കിൽ തന്നെ പല അക്കൗണ്ടുകൾ നമ്മളുടെ പേരിൽ ഓപ്പൺ ചെയ്താൽ ഇത് കിട്ടുമോ? നോ, കിട്ടില്ല. കറണ്ട് അക്കൗണ്ടും സേവിങ്സ് അക്കൗണ്ടും റിക്കറിംഗ് അക്കൗണ്ടും ഒക്കെ നമ്മുടെ സ്വന്തം പേരിൽ തന്നെ നമ്മൾ ചെയ്താലും എല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്ക് 5 ലക്ഷം വരെയുള്ള കവറേജ് മാത്രമേ കിട്ടത്തുള്ളൂ മൊത്തത്തിൽ. അതിനുള്ള ഒരു സൊല്യൂഷൻ ഓണർഷിപ്പ്, അക്കൗണ്ടിൻ്റെ ഓണർഷിപ്പ് വ്യത്യസ്തമായിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഒരാളുടെ പേരിൽ, മറ്റൊന്ന് അയാളുടെ വൈഫിൻ്റെ പേരിൽ, മറ്റൊന്ന് ജോയിൻ്റ് അക്കൗണ്ടിൽ, അതല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും മറ്റ് ഓണർഷിപ്പിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഓണർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ സെപ്പറേറ്റ് ഇൻഷുറൻസ് കവറേജ് കിട്ടുകയുള്ളൂ. പക്ഷേ വ്യത്യസ്ത ബാങ്കിലാണെങ്കിൽ അത് സാധ്യമാണ്. 50 ലക്ഷം രൂപ 5 10 ബാങ്കിലായിട്ട് സെപ്പറേറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ ഇടുകയാണെങ്കിൽ ഓരോ ബാങ്കിൻ്റെയും അക്കൗണ്ടിൽ നിന്ന്
അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് 5 ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാണ്. ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ സ്ട്രാറ്റജി നോക്കുകയാണ്. റിസ്ക് നമ്മൾ മിനിമൈസ് ചെയ്യണം. അത് ഫിക്സഡ് ഡിപ്പോസിറ്റ് ആണെങ്കിൽ പോലും റിസ്ക് ഇല്ല എന്ന് കരുതുന്നതിൽ അർത്ഥമില്ല. റിസ്ക് ഉണ്ട്. ആ റിസ്ക് ഇപ്പോൾ 50 ലക്ഷത്തിൻ്റെ ഒരു ഡിപ്പോസിറ്റാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മളത് സ്പ്ലിറ്റ് ചെയ്തിട്ട് പല ബാങ്കിലായിട്ട് മുതലും പലിശയും കൂടെ 5 ലക്ഷം രൂപ വരെ മാത്രം വരുന്ന രീതിയിൽ ചെയ്താൽ നമുക്ക് ആ ഇൻഷുറൻസ് പരിരക്ഷ എല്ലാ ബാങ്കിലുമായിട്ട് ലഭ്യമാവും. നമ്മളുടെ പണം സേഫായിരിക്കും. മറ്റൊരു ഓപ്ഷൻ ഒരേ ബാങ്കിൽ തന്നെ പല അക്കൗണ്ട് ഓണർഷിപ്പ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. വ്യക്തിപരമായിട്ടുള്ള പേരിൽ ജോയിൻ്റ് അക്കൗണ്ട്, പാർട്ണർഷിപ്പ് അക്കൗണ്ട്, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പല അക്കൗണ്ടുകൾ ഒരു ബ്രാഞ്ചിൽ തുടങ്ങി വേണേൽ അങ്ങനെ ഒരു ബാങ്കിൽ അതേ ബാങ്കിൻ്റെ മറ്റ് പല ബ്രാഞ്ചിലൊക്കെ ആയിട്ട് വേണമെങ്കിലും അത് ചെയ്യാം. അത് വിഷയമല്ല. പക്ഷേ ഏറ്റവും സേഫായിട്ടുള്ള ഒരു സിസ്റ്റം പല ബാങ്കിലായിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമുക്കിതൊന്ന് കൺക്ലൂഡ് ചെയ്യാം. സോ DICGC ആണ് ഇൻഷുറൻസ് തരുന്നത്. ഒരു ബാങ്കിന് ഒരു അക്കൗണ്ട് ഒരു ഡെപ്പോസിറ്റർക്ക് എന്നുള്ള നിലയിൽ 5 ലക്ഷം രൂപ വരെയാണ് മാക്സിമം കവറേജ്. ഓക്കെ, ഓൾ റൈറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.